ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിരുന്നു ബോട്ടിലായിട്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീ ആയിരുന്നു ബോട്ടിൽ ചെയ്തെടുത്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നും നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ റീത്ത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ അകവും പുറവുമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് ഷീറ്റ് കേട്ടോ, ഒരുപാട് കട്ടി വേണ്ട നമുക്കിതിന്. അപ്പോൾ അത് ഈ ടൈപ്പ് കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തു. റൗണ്ട് പുറവും അകവും കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിത് കാണിക്കാഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ പെട്ടെന്നാണ് കട്ട് ചെയ്യുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒന്നെങ്കിൽ കോമ്പസിൽ അളവെടുത്തിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് എന്തെങ്കിലും ഉള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അടപ്പ് എന്തെങ്കിലും, അതായത് ഷേപ്പിലുള്ള അടപ്പോ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ജൂട്ട് ഡ്രോപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഫെവിക്കോളും കൊണ്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ജൂട്ട് ഡ്രോപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ചണച്ചരട് കൊണ്ട് ചുറ്റിയെടുത്ത് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അത് അവിടെ വെച്ച് ഞാനിവിടെ. അപ്പോൾ ഇനി വേണ്ടത്, ഇത് എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇത് നമുക്ക് ചെറിയ റീത്ത് മതി, അതിനാണ് ഞാൻ ഇത്രയും ചെറിയ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ ഒരു സാധനമാണ് നമ്മളെപ്പോഴും ട്രീ അലങ്കരിക്കാനായിട്ട് എടുക്കുന്നത്. അതാണ് ആ സൈഡിൽ ഇരിക്കുന്ന സാധനം. അപ്പോൾ അതല്ല ഞാനിവിടെ എടുക്കുന്നത്. അതിന് പകരം ഞാനിവിടെ ഒരു പച്ച കളറൊക്കെ നമ്മുടെ റീത്തിന് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് വൂളൻ ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അധികമൊന്നും വേണ്ട, ഒരുപാടൊന്നും വേണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാനിവിടെ താഴത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടൈപ്പ് സാധനം ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ആ ലീഫൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ നമുക്ക് ചെറുത് മതി, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാനൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതും ചെറുത് തന്നെ മതി. ഈ ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ അളവ് പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു പീസ് മതി, അതുകൊണ്ടാണ് ഞാൻ അതിന്, നിങ്ങൾ വലുതോ ചെറുതോ ഒക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് 2 പീസായി കിട്ടും. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബെല്ലിൻ്റെ ഷേപ്പ് കിട്ടി. അതിനു വേണ്ടിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് ഒരു കോൺ ഷേപ്പിൽ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി, പക്ഷേ എന്നാലും സ്റ്റിക്കർ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി പോരും. അപ്പം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഫെവിബോണ്ടോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു നീളത്തിൽ പീസ് എടുത്തു. ഒരു അല്പം ലെങ്ത് കൂടിയ പീസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് അത് കട്ട് ചെയ്തു. ഒരു ചെറിയ പീസ് മതി കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് പീസ് എടുക്കുക, അധികം വിട്ടില്ലാത്ത ഒരു തിക്നെസ് കുറഞ്ഞൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വടി പോലെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അറ്റത്ത്. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഒരു 4 എണ്ണം നമുക്ക് വേണം ഇതുപോലത്തെ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ചെറിയൊരു പീസ് ഇത്തിരി കട്ടിയുള്ളത്, എന്നിട്ടൊരു കുഞ്ഞു പീസിനകത്തോട്ട് ഒരു വടി പോലെ ചുറ്റി കൊടുക്കണം. കണ്ടോ, എളുപ്പമുള്ളൊരു പരിപാടി കേട്ടോ ഇത്. എന്നിട്ട് 4 എണ്ണം നമുക്ക് വേണം. അപ്പോൾ ഇപ്പോൾ 2 എണ്ണമായി. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്കർ ടൈപ്പ് ഫോം ഷീറ്റായാണ് ഞാൻ പെട്ടെന്ന് ഒട്ടിക്കുമെങ്കിലും, പക്ഷെ അതിൻ്റെ കൂടെ ഗ്ലൂ ഗൺ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാരണം അത് നിൽക്കുന്നില്ല, അതാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെവിബോണ്ട് ഇങ്ങനെ ഫെവിബോണ്ട് യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആകുമ്പോൾ ഇത്തിരി കൂടുതൽ സമയം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എടുക്കുക, നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ആ ബെല്ലിൻ്റെ താഴെ വേണമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ആ ഒരു ബെല്ല് തൂങ്ങിക്കിടക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 4 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അകത്തോട്ട് വെച്ച് കൊടുക്കണം. അകത്തോട്ട് വെച്ചാൽ 2 എണ്ണം വീതം ഒരു ഇതിൻ്റെ ആ ഒരു കോൺ ഷേപ്പിലാക്കി വെച്ചില്ലേ, അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട്
നമുക്ക് അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിച്ചിട്ട് അതിനുള്ളിലോട്ട് ഞാനിപ്പോൾ ഫെവിക്കോള് അല്ലെങ്കിൽ ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് ഇരിക്കും, പക്ഷെ ഒരു പെട്ടെന്നങ്ങ് ഇളകി പോരും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ അത് പറ്റിയിട്ടുള്ളതാണ്, പെട്ടെന്നങ്ങ് ഇളകി പോരും. അപ്പോൾ ഞാനെന്ത് ഇങ്ങനെ ചെയ്തു വെച്ചു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ശരിക്കും ബെല്ലായില്ലേ. ഇനി വേണ്ടത് നമുക്ക് ലീഫ് വേണം. ലീഫിന് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതും ചെറിയ ലീഫ് മതി. ഈ ഒരു റീത്തിന് നമുക്ക് ചെറിയ ലീഫ് മതി. അപ്പോൾ ചെറിയൊരു ലീഫ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതൊരു ചെറിയ ഷേപ്പിലാണ്. ഞാൻ ഇപ്പോൾ ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റീത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ലീഫ് ചെറുതോ വലുതോ നോക്കി ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇതൊന്ന് കുറച്ചും കൂടി ചെറുതാക്കാനുണ്ട്. ഞാനപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കുകയാണ് കേട്ടോ ആ ഷേപ്പ്. അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഗ്രീൻ കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. ഇതും സ്റ്റിക്കിങ് തന്നെയാണ്. അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾക്ക് വേണ്ടത് കുപ്പിയില്ലാതെ എന്താ പരിപാടി. അപ്പോൾ റീത്ത് ഞാൻ പറഞ്ഞല്ലോ ചെറുത് ഉണ്ടാക്കിയതിൻ്റെ കാരണം ഇതാണ്. നമ്മളിത് കുപ്പിയിലോട്ടങ്ങ് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് റെഡ് കളർ കൊടുത്ത് ഞാനിവിടെ കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു റിബൺ എടുത്തിട്ട് നമ്മൾ ബോ പോലെ ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു കുഞ്ഞു റിബൺ മതി, കുറച്ച് മതിയാവും, കാരണം ചെറിയ റീത്തല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബോ പോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇതുപോലെ 2 വിരലെടുത്തിട്ട് അതിനുള്ളിലൂടെ കടത്തി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഒരു കെട്ട് വീണു. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് സൈഡിൽ അധികം വരുന്ന റിബൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തത് നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ കുപ്പി എടുത്തു. ഇനി വേണ്ടത് നമ്മൾ ഗ്ലൂ ഗൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ കുപ്പിയിൽ മാത്രമല്ല, ഈ ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ ട്രീയിൽ ചെയ്യൂലേ, അപ്പോൾ അതിൽ ഹാങ് ചെയ്യാൻ ഇത് നല്ലതാണ്. ഇത് ശരിക്കും ആ റീത്തിലോട്ട് നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ട്രീയിൽ ഹാങ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഹാങ് ചെയ്യാൻ ട്രീ റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ ബോട്ടിലാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ലീഫ് നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു, ആ റീത്തിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ബെല്ല് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബെല്ലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുപ്പിയിലും ഇത് ചെയ്യാം, നമ്മൾ ട്രീയിൽ ഹാങ്ങും ചെയ്യാം. ഇത് റീത്തിലോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ റീത്തിൻ്റെ അങ്ങ് മുകൾ ഭാഗം ഉണ്ടല്ലോ, അതൊരു ടോയിന് എന്തെങ്കിലും ഒരു ചെറിയ നൂല് വെച്ചിട്ട് നമ്മൾ ട്രീയിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇത് 2 കാര്യങ്ങളാണ്, കുപ്പിയിലും ചെയ്യാം ട്രീയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെല്ല് റെഡി ആയിട്ടുണ്ട്. ലീഫ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു റിബണിൻ്റെ ബോ അതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ റെഡ് കളറായി, ഗോൾഡൻ കളറായി, ഗ്രീൻ കളറായി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ അതും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു കുറച്ച് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ആ റീത്തിലോട്ട് ഓരോ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കണം ആദ്യം. അപ്പോൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഇനി നമുക്ക് റെഡ് ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറ് നമുക്ക് കയ്യിൽ റെഡും ഗോൾഡനും ഇല്ലെങ്കിൽ നമുക്കതൊന്ന് അക്രിൽ കളർ കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ലീഫിൻ്റെ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റീത്ത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ കുപ്പിയിൽ മാത്രമല്ല, ആ റീത്തിൽ ബെല്ല് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ റീത്തിലൊരു ടോയിൻ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീയിലും അത് ഹാങ് ചെയ്യാം. അപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് ബോട്ടിലും ചെയ്യാം ഹാങ്ങും ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.